SSLC സോഷ്യൽ സയൻസിൻ്റെ ക്വിക്ക് റിവിഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ ക്വിക്ക് റിവിഷൻ കൊണ്ടിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറഞ്ഞുതരും. അതൊന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് പഠിക്കുകയും വേണം, എഴുതുകയും വേണം. ജസ്റ്റ് ഈ പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതായത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതണം. ആദ്യം ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ചാപ്റ്റർ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ആണ്. ആദ്യം അമേരിക്കൻ റെവല്യൂഷനാണ് 1776. അതായത് നിങ്ങൾ ഓരോ റെവല്യൂഷൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഇയർ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇയറിനൊക്കെ നല്ല മാർക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ കോസും ഔട്ട്കം. കോസ് എന്ന് പറയുന്നത് ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, സ്റ്റാമ്പ് ആക്ട്, ബോസ്റ്റൺ ടീ പാർട്ടി. പിന്നെ ഇതിൻ്റെ ഔട്ട്കം വന്നിട്ടുള്ളത് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776, പിന്നെ ഫോർമേഷൻ ഓഫ് USA. അതാണ് അമേരിക്കൻ റെവല്യൂഷൻ. പിന്നെ ഉള്ളത് ഫ്രഞ്ച് റെവല്യൂഷനാണ് 1789. ഫ്രഞ്ച് റെവല്യൂഷൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ തന്നെയാണ്. അതിൻ്റെ കോസ് സോഷ്യൽ ഇനിക്വാളിറ്റി, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ഐഡിയാസ്. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എബോളിഷൻ ഓഫ് മൊണാർക്കി ആൻഡ് റൈസ് ഓഫ് നെപ്പോളിയൻ ആണ്. അടുത്തത് റഷ്യൻ റെവല്യൂഷനാണ്. അത് 1917 അതിൻ്റെ കോസ് പുവർ വർക്കിംഗ് കണ്ടീഷൻ, ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാർ നിക്കോളാസ് II. പിന്നെ അതിൻ്റെ ഔട്ട്കം വന്നിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സോവിയറ്റ് യൂണിയൻ. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ കോസ് ആൻഡ് ഔട്ട്കം ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, എക്സ്പ്ലെയിൻ റഷ്യൻ റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ ഒക്കെ ചോദിക്കും. സോ ഫ്രഞ്ച് കുറച്ചും കൂടി ഇതാക്കി പഠിക്കുക, സ്ട്രെങ്തൻ ചെയ്തിട്ട് പഠിക്കുക. ഇനി വാട്ട് വർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ, അതും വൃത്തിക്കൊന്ന് നോക്കിയേക്കുക. അതായത് എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സും ഔട്ട്കമും അതുപോലെ അതിൻ്റെ കോസും ഇയറും വൃത്തിക്ക് പഠിച്ചേക്കണം. ഓക്കെ. ചാപ്റ്റർ 2 വന്നിട്ടുള്ളത് വേൾഡ് ഇൻ 20th സെഞ്ച്വറിയാണ്. അപ്പം വേൾഡ് വാർ ഫസ്റ്റ് 1914 തൊട്ടിട്ട് 1918 വരെയാണ് വേൾഡ് വാർ ഉള്ളത്. അതിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് മിലിറ്ററിസം, അലയൻസസ്, ഇമ്പീരിയലിസം, അസാസിനേഷൻ ഓഫ് ആർക്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡ്. പിന്നെ ഇതിൻ്റെ ഔട്ട്കം വന്നിട്ടുള്ളത് ട്രീറ്റി ഓഫ് വേഴ്സാലിസ്, പിന്നെ ലീഗ് ഓഫ് നാഷൻസ് ആണ്. പിന്നെ വരുന്നത് വേൾഡ് വാർ 2 ആണ്. വേൾഡ് വാർ 2 1939 ടു 1945. ഇതിൻ്റെ കോഴ്സ് ഇത് തന്നെയാണ്, ട്രീറ്റി ഓഫ് വേഴ്സൈലസ് ആണ്. അതായത് മറ്റതിൻ്റെ ഔട്ട്കമാണ് ഇതിൻ്റെ കോഴ്സായിട്ട് വന്നത്. പിന്നെ റൈസ് ഓഫ് ഫാഷിസം, ഇൻവേർഷൻ ഓഫ് പോളണ്ട് ഒക്കെയാണ് വേൾഡ് വാർ 2 എന്നുള്ളത്. പിന്നെ ഔട്ട്കം ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് നാഷനും കോൾഡ് വാറും. ഇതിൽ വേൾഡ് വാർ 1 ഉം 2 ഒക്കെ പഠിക്കുമ്പോൾ ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ് ഈ വേൾഡ് വാർ നടന്നിട്ടുള്ളത് എന്നൊക്കെ വൃത്തിയിൽ പഠിക്കണം. പിന്നെ കോൾഡ് വാർ 1947 തൊട്ടിട്ട് 1919 വരെ ഉണ്ട്. USA vs USSR, അതായത് ഇപ്പോഴത്തെ റഷ്യയാണ്. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു, ക്യാപിറ്റലിസം വേഴ്സസ് കമ്മ്യൂണിസം. കീ ഇവൻ്റ് ക്യൂബൻ മിസൈൽ ക്രൈസിസും ബെർലിൻ വാളുമാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ചോദിക്കുമായിരിക്കും. അപ്പോൾ അതൊന്നൊക്കെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്, അതുപോലെ വേൾഡ് വാർ സെക്കൻഡും നോക്കുക. പിന്നെ വാട്ട് വർ ദ ഔട്ട്കംസ് ഓഫ് വേൾഡ് വാർ 2, വേൾഡ് വാർ സെക്കൻഡിൻ്റെ ഔട്ട്കം, അതായത് എല്ലാത്തിൻ്റെ ഔട്ട്കമും കോഴ്സും ഫീച്ചേഴ്സും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതെന്നൊക്കെ വൃത്തിയിൽ പഠിക്കണം. അടുത്ത ചാപ്റ്റർ 3 പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഇൻ 1950 ജനുവരി 26 ആണ്. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്, അതായത് പഞ്ചായത്തി രാജ്, വില്ലേജ് ലെവൽ ഗവൺമെൻറ്റ്സ് ഉണ്ട്, മുനിസിപ്പാലിറ്റീസ്, അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. അതായത് സ്ട്രെസ് ചെയ്തിട്ട് ഈ പോയിൻറ്റ്സ് ഒക്കെ നോക്കുക ചാപ്റ്ററിൽ. ഓക്കെ. അതിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്: എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അത് നിങ്ങൾക്ക് അറിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് പോയിൻ്റായിട്ട് എഴുതുമ്പം കണ്ടിന്യൂസ് സെൻറ്റൻസ് ആക്കി എഴുതാതെ പോയിൻ്റായിട്ട് എഴുതാൻ നോക്കുക. ഇനി വാട്ട് വർ ദ മെയിൻ ഫീച്ചർ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യയുടെ മെയിൻ ഫീച്ചേഴ്സ് എഴുതുക. പിന്നെ നിങ്ങളുടെ ചാപ്റ്ററിൽ ഏതൊക്കെ മൂവ്മെൻറ്റ്സ്, അതായത് ജാലിയൻ വാലാബാഗ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിക്ക് എഴുതണം. എഴുതുമ്പോൾ പോയിൻ്റായിട്ട് എഴുതുക, അല്ലാതെ സെൻറ്റൻസ് ആക്കി എഴുതരുത്. സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ ടീച്ചേഴ്സിന് വായിക്കാൻ മടിയാകും. പോയിൻ്റാക്കി എഴുതുമ്പോൾ ടീച്ചേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അടുത്ത ജോഗ്രഫിയാണ്. ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ സീസൺസ് ആൻഡ് ടൈം ആണ്. അതും എർത്ത്സ് മൂവ്മെൻറ്റ്, റൊട്ടേഷൻ ഉണ്ട്, കോസ് ഡേ ആൻഡ് നൈറ്റ് 24 hour ആണ് റൊട്ടേഷൻ. റെവല്യൂഷൻ ആണെങ്കിൽ കോസ് സീസൺ, അതായത് 365 days ആണ് റെവല്യൂഷൻ വരുന്നത്. പിന്നെ ടൈം സോണ്, ഗ്രീൻവിച്ച് മീൻ ടൈം ഉണ്ട്, അതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. സോ അതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് നോക്കുക, ഈ പോയിൻറ്റ്സ് മാത്രം. പിന്നെ ഇതിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്: എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് സീസൺസ് ഓൺ ദ എർത്ത്, അതുപോലെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. സോ ഇതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ കുറേ അതായത് പോയിൻറ്റ്സിലും ക്വസ്റ്റ്യൻസിലും കുറേ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സൊക്കെ വൃത്തിയിൽ പഠിക്കുക. എന്തൊക്കെയാണ് അതിലുള്ളതൊക്കെ നോക്കിയിട്ട് പഠിക്കും.
ഇനി ചാപ്റ്റർ 2 വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ആദ്യം പോപ്പുലേഷനാണ്. സെൻസസ് കണ്ടക്റ്റഡ് എവറി 10 ഇയർ ഉണ്ട്. ഡെൻസിറ്റി പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യണേ. പിന്നെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കീ ടു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എഡ്യൂക്കേഷൻ. പിന്നെ അതിൻ്റെ ചാലഞ്ചസ് ഇല്ലിറ്ററസി, ജെൻഡർ ഡിസ്പാരിറ്റി. ഇന്ത്യയിൽ ഇല്ലിറ്ററസി കൂടുതലുണ്ട്, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്പാരിറ്റി. പിന്നെ ഡിസ്കസ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. പിന്നെ വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് ലിറ്ററസി റേറ്റ്. ഇതൊക്കെ നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതുക. ഇപ്പോൾ 3 മാർക്കിൻ്റെതിന് ഒരു 6 പോയിൻ്റ്, 5 പോയിൻ്റ്, 5 മാർക്കിൻ്റെതിന് ഒരു 10 8 പോയിൻ്റൊക്കെ വെച്ചിട്ട് വൃത്തിയായിട്ട് എഴുതുക. ചാപ്റ്റർ 3 വന്നിട്ടുള്ളത് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ. നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. നാച്ചുറൽ റിസോഴ്സ് ടൈപ്സിൽ റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ ഉണ്ട്. റിന്യൂവബിൾ ആണ് സോളാർ വിൻഡും, നോൺ റിന്യൂവബിൾ ആണ് കോൾ ആൻഡ് പെട്രോളിയം. പിന്നെ കൺസർവേഷൻ ഉണ്ട്, സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ്. പിന്നെ അഗ്രികൾച്ചറിൽ മേജർ ക്രോപ്പ് റൈസ്, വീറ്റ്, ഷുഗർ കെയിനാണ്. ഗ്രീൻ റെവല്യൂഷൻ ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് വരും. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇതൊരു അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. സോ അതെന്തായാലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വാട്ട് ആർ ദ മേജർ ക്രോപ്പ് ഗ്രോൺ ഇൻ ഇന്ത്യ. അത് സിമ്പിൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇത് സിവിക്സ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ പ്രിയാമ്പിളിൻ്റെ കീ വേർഡ്സ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. പിന്നെയുണ്ട് കുറച്ചൊന്ന് അത് നോക്കുക. സോവറിറ്റി, സെക്യുലറിസം ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെ അതും ഒരു 5-6 എണ്ണം ഉണ്ട്. അതും വൃത്തിയിൽ നോക്കാം. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ്, ഗൈഡ് ലൈൻസ് ഫോർ ദ ഗവൺമെൻറ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. എക്സ്പ്ലെയിൻ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പോയിൻ്റായിട്ട് എഴുതുക. ഇനി വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഴുതുക, അത് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രിയാമ്പിൾ ചോദിച്ചാൽ പ്രിയാമ്പിളിൻ്റെ 5-6 പോയിൻറ്റ്സ് ഉണ്ട്. ആ 5-6 പോയിൻറ്റ്സ് വൃത്തിയിൽ എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് ചാപ്റ്റർ 2. അതിൽ യൂണിയൻ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് അണ്ടറിൽ ലെജിസ്ലേറ്റീവ് ഉണ്ട്, പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ ഒക്കെ വരുന്നത്. ഇനി എക്സിക്യൂട്ടീവാണ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വരുന്നതാണ് ലെജിസ്ലേറ്ററിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും, എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ. ഇനി ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷൻസും എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് പറ്റും പോലെ വൃത്തിയായിട്ട് എഴുതാം. ആൻഡ് വാട്ട് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ റോൾ എഴുതണം, പഠിക്കണം. പ്രൈം മിനിസ്റ്ററുടെ റോള് പഠിക്കണം, ചീഫ് മിനിസ്റ്ററുടെ റോള് പഠിക്കണം, പിന്നെ ഗവർണറുടെ റോള് പഠിക്കണം. അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ചാപ്റ്റർ 1 മണി ആൻഡ് ബാങ്കിങ് ആണ്. അതിൽ മണി ഇറ്റ്സ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ, യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. ടൈപ്സ് എന്ന് പറയുന്നത് കോയിൻസ്, കറൻസി, ഡിജിറ്റൽ മണിയാണ്. പിന്നെ ബാങ്കിങ്ങിൽ വരുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്കാണ്, റെഗുലേറ്റ് മോണിറ്ററി പോളിസി. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്, പ്രൊവൈഡ് ലോൺസ് ഒക്കെ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് RBIയുടെ ഫംഗ്ഷൻ എഴുതുക. പിന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. എന്തൊക്കെ ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട് ഇന്ത്യയിൽ അതൊക്കെ എഴുതുക. അതായത് ബാങ്കിൻ്റെ പേരുകളല്ല എഴുതേണ്ടത്. സ്റ്റേറ്റ് ബാങ്ക്, ഗ്രാമീണ ബാങ്ക് അങ്ങനെയൊന്നുമല്ല, അത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാങ്ക് ആണെന്നാണ് എഴുതേണ്ടത്. ചാപ്റ്റർ 2 ഗ്ലോബലൈസേഷൻ ആണ്. മീനിങ് ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് ത്രൂ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. ഇമ്പാക്റ്റ് വരുന്നത് പോസിറ്റീവ്, എക്കണോമിക് ഗ്രോത്ത്, ജോബ് ക്രിയേഷൻ. നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ, എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. സോ ഡിസ്കസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ലോക്കൽ ഇൻഡസ്ട്രീസ് ഫ്രം ഗ്ലോബലൈസേഷൻ. പഠിച്ചു വെക്കുക. ഇനി ഇതൊക്കെ കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് മാപ്സ് ആണ്. ഒന്ന് വേൾഡ് മാപ്പിൽ ഐഡൻറ്റിഫൈ കൺട്രീസ് ഇൻവോൾവ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ്, സെക്കൻഡ്, അതുപോലെ ഏതൊക്കെ കൺട്രീസ് വേൾഡ് വാർ ഫസ്റ്റ്, സെക്കൻഡ്, കോൾഡ് വാർ, അതുപോലെ ഫ്രഞ്ച് റവല്യൂഷന്, റഷ്യൻ റവല്യൂഷന്, അമേരിക്കൻ റവല്യൂഷനൊക്കെ പങ്കെടുത്തിട്ടുള്ള രാജ്യങ്ങളുടെ മാപ്പ്, കൺട്രി എവിടെയാണെന്ന് പഠിച്ചു വെക്കണം. പിന്നെ ലൊക്കേറ്റ് മേജർ ട്രേഡ് റൂട്ട് ലൊക്കേറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. പിന്നെ ഇന്ത്യ മാപ്പ്, സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ് വൃത്തിയിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ മേജർ റിവേഴ്സ്, മൗണ്ടെയിൻ റേഞ്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ റീജിയനൊക്കെ പഠിക്കണം. പിന്നെ ഉള്ളത് ഐഡൻറ്റിഫൈ ആൻഡ് ലാബൽ കൺട്രീസ് ഇൻവോൾവ് ഇൻ. ഓക്കെ, ഇത് തന്നെയാണ് ഇതുള്ളത്.
ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. 1885 ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. 1950 അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 1991 എക്കണോമിക് ലിബറലൈസേഷൻ ഇൻ ഇന്ത്യ. പിന്നെ ക്വിക്ക് റിവിഷനിൽ കുറച്ച് ടിപ്സ് ഉണ്ട്. സോ ക്വിക്ക് റിവിഷൻ്റെ ടിപ്സ് എന്താ വെച്ചാൽ, ആദ്യം ഫോക്കസ് ഓൺ കീ കൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഔട്ട്കംസ് ഓഫ് മേജർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. അതായത് ഏതൊക്കെയാണ് മേജർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, അതിൻ്റെ കോസ് ഔട്ട്കംസ് പഠിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ റഷ്യൻ റെവല്യൂഷന്, ഫ്രഞ്ച് റെവല്യൂഷന്, അമേരിക്കൻ റെവല്യൂഷന്, എല്ലാ റെവല്യൂഷൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിൻ്റെയും കോസസും ഔട്ട്കംസും അറിഞ്ഞിരിക്കണം. പിന്നെ മെമ്മറൈസ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ്. അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് തന്നെ നിങ്ങൾ രാവിലെ ഇതാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ എന്തൊക്കെയാണ് ആ ഡേറ്റിലുള്ളത്, എന്തൊക്കെയാണ് ആ റെവല്യൂഷൻ സംഭവിച്ചതെന്നും ഓർമ്മയുണ്ടാകും. പിന്നെ പ്രാക്ടീസ് മാപ്പ്. റെഗുലർലി പ്രാക്ടീസ് ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ മാപ്പ്. അതായത് എന്തായാലും മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ ഏതൊക്കെ മാപ്പാണെന്ന് വൃത്തിക്ക് പഠിക്കുക. പിന്നെ സോൾവ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുക. റിവൈസ് റെഗുലർലി. യൂസ് ഫ്ലാഷ് കാർഡ് ഫോർ ക്വിക്ക് റിവിഷൻ ഓഫ് ഡേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ്. പിന്നെ മേക്ക് സമ്മറി നോട്ട്സ് ഫോർ ഈ ചാപ്റ്റർ. അതായത് ഇനിയിപ്പോൾ 7th ഇത് വരുന്നത്, സോഷ്യൽ സയൻസ് വരുന്നത് 7th 10th. അപ്പോൾ അത് കുറച്ച് ദിവസമേ ഉള്ളൂ. എന്നാലും നിങ്ങളെ കൊണ്ടാകും പോലെ ഡേറ്റ്സ് എന്തെങ്കിലും കാണുന്നിടത്ത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഓരോരോ റെവല്യൂഷൻസ്, ഓരോരോ ഇവൻറ്റ്സ്, ഓരോന്നിനെ പറ്റി നിങ്ങൾ ചെറിയ നോട്ടാക്കിയിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പം രാവിലെ എണീച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം, ഇതൊക്കെയാണ് ഇതിലുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അങ്ങനെ വൃത്തിക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക.